ചെയ്തിട്ട് രാവിലെ തന്നെ കുറച്ച് ഭക്തിയാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അമ്പലത്തേക്ക് വിട്ടു. ആദ്യം ഒരു മെട്രോ കയറി, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ട്രെയിൻ വന്നു, ലോക്കൽ ട്രെയിനിൽ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെയാണ്, സീറ്റും കാര്യങ്ങളൊക്കെ. ഒരു മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന്. അങ്ങനെ ട്രെയിൻ വന്ന പാടെ തന്നെ വെച്ചടിച്ച് വിട്ട് നമ്മുടെ സ്ഥലത്തെത്തി. ട്രെയിൻ ഇറങ്ങി നമുക്കൊരു 400 മീറ്ററോളം നടക്കാനുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ചെരുപ്പൂരി വയ്ക്കാനും കോട്ടൂരി വയ്ക്കാനൊക്കെ നമുക്ക് പ്രത്യേക റൂം തന്നെയുണ്ട്. എന്നാൽ ദിവസം സ്വാമിജിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഇന്ന് ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ആണോയെന്നറിയില്ല. അങ്ങനെ കൃഷ്ണൻ ഇരിക്കുന്ന സ്ഥലം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഒന്നരാടം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല സൂപ്പറാക്കാറുണ്ട് തോന്നും. ചുമരിന് മൊത്തം കൃഷ്ണൻ്റെ കുറേ ഫോട്ടോസുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കുറേ ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങിയടിച്ച് നടന്നു. പിന്നെ നമുക്ക് അമ്പലത്തിൽ തീർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ തീർത്ഥം എന്ന് പറയുന്നത് തേൻ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ചെറിയൊരു തുളസി തൈ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത് കണ്ടിരുന്നില്ല, ഇപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴാണ് കണ്ടിരുന്നത്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴല്ലാന്നുണ്ട്, സമയം ഉച്ച ആവുന്നതുകൊണ്ട് പൂജയും കാര്യങ്ങൾക്ക് അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്തില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് തൊഴുത് പിന്നെ അവിടെ ചുറ്റിക്കറങ്ങി. അത്യാവശ്യം ഇവിടെയൊക്കെ ഇരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാനും പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം നമുക്ക് വെജിറ്റേറിയൻ ഫുഡ്സ് എല്ലാം ഇവരിവിടെ കിട്ടും. ഹോട്ടൽ പോലെ ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ നമുക്കിന്ന് ഇവിടുത്തെ പ്രസാദം കിട്ടി, മഹാപ്രസാദം. ഇതാണ് അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോന്നു.